പാലക്കാട് MLA എവിടെയെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പോലീസും അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും ഇത്രയും വിവാദങ്ങൾക്കിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി, തലസ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ഇത് അഭിഭാഷകൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അനന്തകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു, പരാതി കൊടുക്കുന്നു ഔദ്യോഗികമായി. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടത് MLA ഓഫീസ് പൂട്ടുന്നു, മൊബൈൽ ഫോൺ ഓഫാകുന്നു, രാഹുലിന്റെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല, മുങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനിടയ്ക്കാണ് കോയമ്പത്തൂരിലേക്ക് കടന്നോ വിദേശത്തേക്ക് കടന്നോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ തലസ്ഥാനത്തെത്തി എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വക്കാലത്ത് തലസ്ഥാനത്തെത്തി ഒപ്പിട്ടു എന്നുള്ളത് വക്കീലന്മാരും അഭിഭാഷകനും സമ്മതിക്കുന്നുണ്ട്. ശേഖർ ജി തമ്പി എന്ന് പറയുന്ന അഭിഭാഷകനാണ് വക്കാലത്ത് സമർപ്പിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വഞ്ചൂരിൽ എൻ്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഡീപ്പോണന്റ് ഒപ്പിട്ടിരിക്കുന്നത് എന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പ് മേളിലിട്ടേക്കുന്നത്. അതിന്റെ താഴെ വക്കാലത്തിൽ ശേഖർ ജി തമ്പി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച അനുയായിയാണ് എന്ന് പറഞ്ഞ BJP ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്ത അതേ വക്കീലല്ലേ? അതെ 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 അതൊക്കെ വേറെ. അഭിഭാഷകൻ എന്ന് പറയുന്നത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സീനിയറാണ് വക്കാലത്ത് ഈ അഭിഭാഷകൻ ആയിട്ട് രാഹുലിന് വേണ്ടി അപ്പിയർ ചെയ്യുക. അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് ഈ അഭിഭാഷകനാണ്. അപ്പോൾ നമുക്ക് ഈ പാലക്കാട് രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം കഴിഞ്ഞ മെനഞ്ഞാന്ന് വൈകുന്നേരം മുതൽ ചോദിക്കുകയാണ്. 4 മണിക്കാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത്. ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വാനിഷ് ആയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാം ആ സമയത്ത് രാഹുൽ പാലക്കാടുണ്ട്. പക്ഷെ പാലക്കാട് കണ്ണാടിയിൽ നിന്ന് ഉണ്ട് കണ്ണാടിയിൽ നിന്ന് എങ്ങോട്ട് പോയി, കണ്ണാടിയിൽ തന്നെ അങ്ങ് അലിഞ്ഞു പോയോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് രാഹുൽ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോലീസും നമ്മളും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ വളരെ സുഖകരമായി ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് ഒരുപക്ഷെ നാഷണൽ ഹൈവേയിലോ MC റോഡിലൂടെയൊക്കെ കടന്ന് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ കോടതി സമുച്ചയമൊക്കെ ഉൾക്കൊള്ളുന്ന വഞ്ചൂരിലെത്തി ഇന്നലെ പട്ടാപ്പകൽ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 9:30ക്കും 10 മണിക്കും ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വഞ്ചൂരിലെ വക്കീൽ ഓഫീസിലെത്തി രാഹുൽ ഇത് ഒപ്പിട്ട് ഒളിയിടത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചിനി നമ്മൾ പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന ഒരാൾക്ക് അതായത് ഇതിനിടയിൽ കൊച്ചി എന്ന മഹാനഗരവും താണ്ടി വേണമല്ലോ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ. അപ്പോൾ പോലീസിന്റെ എല്ലാ വലയവും ഭേദിച്ച് വന്ന ആളാണ്. തിരിച്ചും അതേ വലയങ്ങളൊക്കെ ഭേദിച്ച് മറ്റ് ഏതെങ്കിലും ജില്ലയിലേക്ക് മാറിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ വഞ്ചൂരിൽ ഇന്നലെ ഉച്ച വരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്താണ് SIT രൂപീകരണമൊക്കെ ഇവിടെ നടക്കുന്നത്, പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടക്കുന്നത്, രഹസ്യമൊഴി എടുക്കുന്നത്. അതിനൊപ്പം തന്നെ രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പാലക്കാടും തമിഴ്നാട്ടിലും രാജ്യത്തെ മുഴുവൻ എയർപോർട്ടുകളിലും പരിശോധനയും ലുക്കൌട്ട് നോട്ടീസും ഒക്കെ ഇറക്കി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വലിയ കോലാഹലം നടക്കുന്നത്. ആ സമയത്ത് ബലാത്സംഗ കേസിലെ പ്രതി വഞ്ചിയൂരിൽ വക്കീൽ ഓഫീസിലിരുന്ന് വക്കാലത്ത് ഒപ്പിട്ടിട്ട് സുഖമായി തിരിച്ചു പോവുകയാണ്. കാണാം. കാരണം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ്. അതായത് നേരത്തെ തന്നെ രാഹുലിനെതിരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ വന്നപ്പോൾ തന്നെ ഒരു SIT രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ. അപ്പോൾ ആ SIT നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്കാണല്ലോ പരാതിയുമായിട്ട് പോകേണ്ടത്. അതല്ലെങ്കിൽ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന IPS ഓഫീസർ അജിത ബീഗത്തിന്റെ ഓഫീസ്, DIG അജിത ബീഗം, തിരുവനന്തപുരം റേഞ്ച് DIG ആണ്. അവരുടെ ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്. അവിടേക്കുമല്ല പോയത്. നേരിട്ട് ആ പെൺകുട്ടി കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ പരാതി പരിഗണിക്കപ്പെടണം, കുറച്ചുകൂടി ഗൗരവത്തിൽ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കാരണം അയാൾ ഒരു MLA കൂടിയാണ് എന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കുമല്ലോ സെക്രട്ടറിയേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തി പരാതി കൊടുത്തത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയ പരാതി മുഖ്യമന്ത്രി കന്റോൺമെന്റ് SHOയെ വിളിച്ചല്ല കൊടുത്തത്, കന്റോൺമെന്റ് ACയെ വിളിച്ചിട്ടല്ല കൊടുത്തത്. ലോ ആൻഡ് ഓർഡറിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും തലവനായിരിക്കുന്ന H വെങ്കടേഷിനെ നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് പരാതി എവിഡൻസും കൂടെ കൈമാറിയത്. അപ്പോൾ തന്നെ പരാതി റൂറൽ SPക്ക് കൈമാറി മൊഴിയെടുക്കാൻ പറയുന്നു. ആ മൊഴിയെടുപ്പൊക്കെ നടക്കുമ്പോഴാണ് പ്രതി തിരുവനന്തപുരത്തേക്ക് കുതിച്ചു പാഞ്ഞ് എത്തുന്നത്. അപ്പോൾ എന്തായാലും അയാൾ തിരുവനന്തപുരത്ത് പരിസരത്ത് എവിടെയെങ്കിലും അന്തി ഉറങ്ങി കാണണം. രാവിലെ കുളിച്ച് വക്കീൽ ഓഫീസിൽ വന്ന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള വക്കാലത്ത് കൃത്യമായി ഒപ്പിട്ട് സുഖമായി ആ ഒളിയിടത്തിലേക്ക് മടങ്ങിയിട്ടും ഉണ്ടാകണം. ഇപ്പോൾ പോലീസ് എന്തായാലും ബുധനാഴ്ച മാത്രമേ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നോ അറസ്റ്റ് ഇല്ല, കോടതിയുടെ പരിഗണനയിൽ ഹർജി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും അറസ്റ്റുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഇന്നലെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഫോൺ പോലും ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരാതിയുമായി മുന്നോട്ട് വന്ന രാഹുലിനെ അനുകൂലിക്കുന്ന കുറേ രാഹുലേട്ടൻ ഫാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഒന്ന് പെൺകുട്ടി വിവാഹിതയാണ്,
അത് രാഹുൽ അറിഞ്ഞിരുന്നില്ല, രാഹുലിനോട് മറച്ചു വെച്ച് പെൺകുട്ടി രാഹുലിനെ ചതിച്ചു എന്നൊരു വേർഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ രാഹുലിന്റെ മുൻകൂർ ഹർജിയിലെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാഹുലിന് അറിയാമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ആ പെൺകുട്ടി ഭർത്താവിൽ നിന്ന് ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടു എന്നതിനെ പറ്റി ഈ പാലക്കാട് MLA യോട് ആ പെൺകുട്ടി പരാതി പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഹുലിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുകയാണ്. അത് കഴിഞ്ഞ് രാഹുലിനോട് ആദ്യ ദിവസം മുതൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പാണോ, നിങ്ങളുടെ ശബ്ദമാണോ? അത് നിഷേധിച്ചിട്ടില്ല, പക്ഷെ എൻ്റേതാണെന്ന് പറഞ്ഞിട്ടില്ല. അതും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തൻ്റെ ഓഡിയോ ക്ലിപ്പാണ് എന്ന് സമ്മതിക്കുകയാണ്, കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഈ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. കാരണം പെൺകുട്ടി അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ഫ്ളാറ്റിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നില്ല, അവരുമായിട്ട് പരിചയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതെന്റെ ഗർഭമല്ല, ഇത് അവർ ഞാനുമായി പരിചയപ്പെടുമ്പോൾ അവർക്ക് ഭർത്താവുണ്ട്, അപ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭഛിദ്രം നടത്തിയത്, അതിൽ എനിക്ക് പങ്കില്ല. മറ്റൊന്ന്, ഈ പരാതി വന്നത് സാഹചര്യം, പരാതി വരുന്നതിന്റെ ഉദ്ദേശം, ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്ന് ഭർത്താവിന്റെ രാഷ്ട്രീയം, ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം, പെൺകുട്ടിയുടെ തൊഴിലിടത്തിന്റെ പ്രശ്നങ്ങൾ, അതെല്ലാം കൂടെ കൂട്ടിയാണ് ഇതിനകത്ത്. അതായത് രാഷ്ട്രീയ എതിരാളികളുടെ എതിർ ചേരിയിൽ എത്ര രാഷ്ട്രീയ കക്ഷികളുണ്ടോ അവരെല്ലാം ചേർന്ന് ഒന്നു ചേർന്ന് ഈ പെൺകുട്ടിയുമായി എന്നെ ആക്രമിക്കാൻ വരുന്നു എന്നാണ് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ജോബി ജോസഫ്. ജോബി രാഹുലിന്റെ അടുത്ത സുഹൃത്താണ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട് ജോബിക്ക് എന്ന് വിചാരിക്കുന്നു. ജോബിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ മരുന്ന് എത്തിച്ച് നൽകുന്നത്. ആ കുട്ടിയുടെ മൊഴിയിൽ അതൊക്കെ പറയുന്നുണ്ട്. ഭർത്താവിന്റെ ഗർഭം അലസിപ്പിക്കാൻ രാഹുലിന്റെ സുഹൃത്ത് എന്തിനാണ് ബംഗളൂരിൽ നിന്ന് കാർ ഓടിച്ചു വന്ന് ഈ പെൺകുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നത്? അതെ, അത് തന്നെയാണ് അതിനകത്ത് ക്രൈം. അതായത് ഒരു മൂന്നാം കക്ഷി അവിടെ രാഹുലിന്റെ ഇടനിലക്കാരനെ അവിടെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. കാരണം ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ആ ദിവസം പറയുന്നുണ്ട്, ആ ദിവസം കൈമനത്ത്, തിരുവനന്തപുരം കൈമനത്ത് ചുവന്ന കാറിൽ ജോബി ജോസഫ് വന്ന് കൈമനത്ത് വാഹനം നിർത്തിയിട്ട ശേഷം തന്നെ വണ്ടിയിൽ വെച്ച് തന്നെ മരുന്ന് തന്നു, അങ്ങനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ രാഹുലിനെ വീഡിയോ കോൾ വിളിച്ച് അത് ഉറപ്പിച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെല്ലാം കൃത്യമായ എവിഡൻസ് അല്ലേ? ജോബി ജോസഫും ഈ പെൺകുട്ടിയും ഒരേ സമയം കൈമനത്ത് ഒരേ ടവറിന്റെ കീഴിലുണ്ട് എന്നുള്ളത് ഡിജിറ്റൽ എവിഡൻസ് സുഖമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇയാളുടെ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കൃത്യമായി പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ആ പെൺകുട്ടി 4 ദിവസം കഴിഞ്ഞ് ചികിത്സ തേടി ആശുപത്രിയിൽ അതെ, ഡോക്ടറെ കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഡോക്ടർ ഈ മരുന്ന് കഴിച്ചതിനുള്ള ശകാരിക്കുന്നു എന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അയാൾ എന്തിനാണ് ഒരു യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് എത്തുന്നത്? അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട്, അത് പോലീസ് പറയുന്നുണ്ട്. അതിനകത്ത് കൃത്യമായ എവിഡൻസ് അവരുണ്ട്, അവർ നൽകിയിട്ടുണ്ട്, മെഡിക്കൽ എവിഡൻസ് അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാദങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. ആർ അനന്തകൃഷ്ണനാണ് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്.